ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. നമ്മുടെ തക്കാളിക്ക് കുറച്ച് വളമൊക്കെ ഇടാം. അപ്പോൾ എനിക്ക് കൃഷിഭവനിൽ നിന്ന് അന്ന് ഒരു 10-20 തക്കാളിത്തൈ നമുക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 6 മാസം നമുക്ക് കണ്ടിന്യൂസ് വിളവ് തരുന്ന തക്കാളിത്തൈയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു 10-20 തൈ വാങ്ങിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇത്രയും പരുവമായിട്ടുണ്ട്. അതിന് ഇനി വളമിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചാണകപ്പൊടിയുണ്ട്, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, ഡോളോമേറ്റ്, കുറച്ച് ചകിരിച്ചോറ്, ചാരം, ഇതെല്ലാമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓരോന്നിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടങ്ങ് മണ്ണിട്ട് വെക്കുക ചെയ്യുന്നത്. ഇതിച്ചിരി ഏറെ ഉള്ളതുകൊണ്ടേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരം കുറച്ചങ്ങ് വൈകിപ്പോയി വീഡിയോ എടുക്കാനായിട്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പണ്ടേ എനിക്ക് കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടും ഞാൻ കൃഷി ചെയ്ത് രാത്രിയിലൊക്കെ അതിന് വെള്ളം കോരിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് എല്ലാം വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ വീടിൻ്റെ എറമ്പിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ തൂത്തുവാരുന്ന കുറച്ച് കരിയിലയൊക്കെ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് തണലാകുമല്ലോ, പെട്ടെന്ന് വെള്ളമൊന്നും വറ്റിപ്പോകത്തില്ല. ഇനി ഇതിന് കമ്പും കൂടെ കുത്തി കൊടുക്കണം. അപ്പോൾ കുറച്ച് വളർന്ന് വരുമ്പോഴത്തേന് തക്കാളി കായൊക്കെ ആയിക്കഴിയുമ്പോഴത്തേന് ഭാരമായിട്ട് ഒടിഞ്ഞു പോകും. എൻ്റെ അങ്ങനെ 3-4 എണ്ണം ഒടിയാറായി നിൽപ്പുണ്ട്. ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കരിയിലയൊക്കെ നമ്മൾ തൂത്തുവാരുന്ന കരിയിലയൊക്കെ ഇട്ട് എല്ലാത്തിനും ഇട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണമൊക്കെ വെച്ച് നടുമ്പോൾ നല്ല ഗ്രോത്തിൽ വരും, നല്ലതായിട്ട് കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ 1-2 വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഈ കൃഷിയൊക്കെ ചെയ്യാറുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ, കൃഷിയോട് ഇഷ്ടമുള്ളവരും. ഇത് കുറച്ച് അല്ലാതെ ചട്ടിയിൽ കുറച്ച് വേറെ ഒരു വെറൈറ്റി ആണ് ഇട്ടേക്കുന്നത്. അപ്പം ബാക്കിയുള്ള വളമൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.